ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒട്ടും സർപ്രൈസിംഗ് അല്ലാതെ നിലവിലത്തെ ലോക ചാമ്പ്യന്മാരായിട്ടുള്ള നിലവിലത്തെ കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീന 2024 കോപ്പ അമേരിക്കയുടെ ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശനം നേടിയെടുത്തിരിക്കുകയാണ്. ഗ്രൂപ്പിലെ രണ്ടാമത്തെ മത്സരത്തിൽ ചിലിക്കെതിരെ 1-0 എന്നുള്ള സ്കോർ ലൈനാണ് അർജന്റീന വിജയിച്ചിട്ടുള്ളത്. ഗ്രൂപ്പിലെ ആദ്യത്തെ മത്സരത്തിൽ കാനഡ 2-0 എന്നുള്ള സ്കോർ ലൈൻ ഓൾറെഡി അർജന്റീന പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ 6 പോയിന്റ്സുമായിട്ട് ക്വാർട്ടർ ഫൈനൽ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ്. ചിലിക്കെതിരെയുള്ള മത്സരത്തിൽ അർജന്റീനയ്ക്ക് വേണ്ടി വിജയ ഗോൾ അടിച്ചിട്ടുള്ളത് ബെഞ്ചിൽ നിന്ന് വന്നിട്ടുള്ള ഇന്റർ മിലാൻ്റെ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള ലൗതാരോ മാർട്ടിനസ് ആണ്. 88ാമത്തെ മിനിറ്റിലാണ് ചെങ്ങായി ഗോൾ അടിച്ചിട്ടുള്ളത്. ആ ഗോൾ വന്നിട്ടുള്ള രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർണറിൽ നിന്നാണ്. ലിയോണൽ മെസ്സിയുടെ കോർണർ ബോക്സിലേക്ക് വരുന്നു, കെയോട്ടിക് സംഭവങ്ങൾ നടക്കുന്നു, ഒടുവിൽ ആ ബോൾ ലൗതാരോ മാർട്ടിനസിൻ്റെ കാലുകളിലേക്ക് എത്തുന്നു, അദ്ദേഹം അത് ഗോളാക്കി മാറ്റുകയാണ്. പിന്നീട് ഒരു നീണ്ട VR ചെക്കിനൊടുവിൽ അത് ഗോളാണെന്ന് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അപ്പോൾ ലൗതാരോ മാർട്ടിനസ് ഇപ്പോൾ തുടർച്ചയായി 2 മത്സരങ്ങളും ബെഞ്ചിൽ നിന്ന് വന്നിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ആകെ 31 മിനിറ്റ്സ് മാത്രമേ ചെങ്ങായി കളിച്ചുള്ളൂ, പക്ഷേ 2 ഗോളുകൾ അർജന്റീനയ്ക്ക് വേണ്ടി അടിച്ചിരിക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോളാണ് ഈ മത്സരത്തിൽ ചെങ്ങായി അടിച്ചിട്ടുള്ളത്. അടുത്ത മത്സരത്തിൽ പെറുവിനെതിരെ അർജന്റീന സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പ്രധാന താരങ്ങൾക്കൊക്കെ റെസ്റ്റ് കൊടുക്കാൻ ഈ ഒരു റിസൾട്ടോട് കൂടിയിട്ട് സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി എന്താണ് ഈ മത്സരത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രോപ്പർ കോപ്പ അമേരിക്ക മത്സരമായിരുന്നു. അതായത് ഇൻറ്റൻസ് ആയിട്ടുള്ള ഫിസിക്കൽ ബാറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു. 82,000-ൽ പരം കാണികൾ കൂടി തിങ്ങി നിറഞ്ഞിട്ടുള്ള സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ മിക്കവരും അർജന്റീനയുടെ ആരാധകർ തന്നെയായിരുന്നു. പക്ഷേ അർജന്റീനയുടെ ഫാൻസിന് കൃത്യമായിട്ട് അറിയാം ഈ ചിലി അർജന്റീനയുടെ ഒരു ബോഗി ടീമാണെന്നുള്ളത്. ചിലി കാര്യങ്ങൾ ഇടങ്ങേറാക്കുന്നുള്ളത്. അത്തരത്തിൽ കാര്യങ്ങൾ ഇടങ്ങേറാക്കിയിട്ടുണ്ടായിരുന്നു. ഈ മത്സരത്തിൽ ക്ലൗഡിയോ ബ്രാവോ എന്ന് പറയുന്ന വെറ്ററൻ ചെങ്ങായി എത്ര സേവുകളാണ് നടത്തിയെന്നുള്ളതാണ്. ലൗതാരോ മാർട്ടിനസിൻ്റെ ആ ഒരു കിക്ക് അദ്ദേഹത്തിന് സേവ് ചെയ്യാൻ പറ്റിയില്ല. ബാക്കി എല്ലാം ചെങ്ങായി സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് സേവുകൾ, 8 സേവുകൾ എങ്ങാനും ചെങ്ങായി മത്സരത്തിൽ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം കോപ്പ അമേരിക്കയുടെ ചരിത്രത്തിലൊരു ഇതിഹാസമാണ് ക്ലൗഡിയോ ബ്രാവോ. ചിലി 2 തവണ കോപ്പ അമേരിക്ക കിരീടം സ്വന്തമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചുള്ളൊരു ചങ്ങായാണ് ക്ലൗഡിയോ ബ്രാവോ. കാരണം 2 തവണയും അവർ ഫൈനലിൽ വിജയിക്കുന്നത് പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ്. അപ്പോൾ ആ ബ്രാവോ ഇന്നിപ്പോൾ 41 വയസ്സുണ്ട്. ഇപ്പോഴും കിടിലൻ പ്രകടനം തന്നെയാണ് ഈ ഒരു ടൂർണമെൻറ്റിലും അദ്ദേഹം കാഴ്ചവെക്കുന്നത്. ഇനി ഈ ചിലിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ നാസ്റ്റി ഫിസിക്കൽ സൈഡാണ്. ഒരു രക്ഷയില്ല. ഫൗളുകൾ കമ്മിറ്റിയും കാര്യങ്ങളിൽ നല്ല ഇൻറ്റൻസിറ്റി കൊണ്ടുവരും. നല്ല ഫിസിക്കലായിട്ടുള്ള ബാറ്റിലായിരിക്കും. പലപ്പോഴും റെസ്ലിംഗ് മാച്ച് പോലെ നമുക്ക് തോന്നിപ്പോകും ഇവന്മാരുമായിട്ടുള്ള കളികൾ കാണുമ്പോൾ. ഇവന്മാരുടെ ഫിസിക്കാലിറ്റിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതേ കോപ്പ അമേരിക്ക ക്യാമ്പയിനിലെ ആദ്യത്തെ മത്സരത്തിൽ പെറുവിനെതിരെയുള്ള മത്സരത്തിൽ എത്ര ഫൗളുകൾ ഉണ്ടായിരുന്നു അറിയോ? 2 ടീമുകളും കൂടിയിട്ട് 37 ഫൗളുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. 37 ഫൗളുകൾ. 0-0 എന്നുള്ള സ്കോറിലാണ് ആ മത്സരം അവസാനിച്ചിരുന്നത്. ഈ മത്സരത്തിൽ 12 ഫൗളുകളാണ് ചിലി നടത്തിയിട്ടുള്ളത്. 9 ഫൗളുകൾ അർജന്റീന, 21 ഫൗളുകളാണ് മൊത്തം നടന്നിട്ടുള്ളൂ. പക്ഷേ വിളിക്കാതെ പോയ എത്ര ഫൗളുകൾ ഉണ്ടായിരുന്നതാണ്. അതായത് റഫറി കുറേ ഫൗളുകളൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഹാഫിലൊക്കെ ഇഷ്ടം പോലെ ഫൗളുകൾ വിളിക്കാതെയും പോയിട്ടുണ്ട്. അതും കൂടി പിന്നെ കൂട്ടിയിരുന്നെങ്കിൽ ഫൗളുകളുടെ എണ്ണം ഭീകരമായി പോയനെ. പക്ഷേ ഇത് കോപ്പ അമേരിക്കയുടെ ഒരു ശൈലിയാണ്. ഇവിടെ ഇത്തരത്തിലുള്ള ഇൻറ്റൻസ് ഫിസിക്കൽ ബാറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെയാണ്. അതിന് മാറ്റമൊന്നുമില്ല. പിന്നെ ചിലി കൂടി അതിൽ പെട്ട് കഴിഞ്ഞാൽ അവന്മാർ ഇതിൻ്റെ ഉസ്താദുമാരാണ്. അവന്മാർ ഒരു എടങ്ങറ് പിടിച്ച സൈഡാണ്. പ്രത്യേകിച്ച് അർജന്റീനയ്ക്കെതിരെ കളിക്കുമ്പോൾ അവന്മാരുടെ ഗെയിം റേസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഈ മത്സരത്തിലും അവരാൽ കഴിയുന്നതൊക്കെ ശ്രമിച്ചു. പിന്നീട് ക്ലൗഡിയോ ബ്രാവോ ചെങ്ങായി കഴിയുന്ന രീതിയിലൊക്കെ ചിലി രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ അവസാനം ആ ഒരു ഗോൾ വന്നു വളരെ ലേറ്റായിട്ട്. ഈ സ്റ്റേഡിയത്തിന് മറ്റൊരു കഥ കൂടി പറയാനുണ്ട്. മെറ്റ് ലൈഫ് സ്റ്റേഡിയം എന്ന് പറയുന്ന ഈ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് 8 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ചിലിക്കെതിരെ ലിയോണൽ മെസ്സിയുടെ അർജന്റീന കോപ്പ അമേരിക്കയുടെ ഫൈനലിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നത്. അതിന് തൊട്ട് മുമ്പത്തെ വർഷത്തിലും കോപ്പ അമേരിക്കയുടെ ഫൈനലിൽ ചിലിക്കെതിരെ അർജന്റീന പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുടർച്ചയായി 2 വർഷങ്ങളിൽ അവർ കോപ്പ അമേരിക്കയുടെ ഫൈനലിൽ ആ ഒരു വളരെ വേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ആ ഫൈനലിന് ശേഷം ലിയോണൽ മെസ്സി വിരമിക്കുന്ന ഒരു സാഹചര്യം കണ്ടു. വളരെ വേദനയോടെയാണ് അദ്ദേഹം അന്ന് പടിയിറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതൊരു താൽക്കാലികമായിട്ടുള്ള വിരമിക്കലാകും എന്നുള്ളത് നമ്മളാരും കരുതിയതല്ല. ചില ആളുകൾക്കൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നത് അദ്ദേഹം തിരിച്ചു വരും എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം തിരിച്ചു വന്നു. അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം നടന്നിട്ടുള്ളത് ചരിത്രമാണ്. അദ്ദേഹം കോപ്പ അമേരിക്ക കിരീടം സ്വന്തമാക്കുന്നു. അദ്ദേഹം ലോക ചാമ്പ്യനാകുന്നു. അദ്ദേഹം ഫുട്ബോൾ പൂർത്തിയാക്കുന്നു. അങ്ങനെ വളരെ സന്തോഷവാനായിട്ടുള്ള ലിയോണൽ മെസ്സി തൻ്റെ 37ാമത്തെ വയസ്സിൽ വീണ്ടും ഇപ്പതാ അതേ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ചിലിക്കെതിരെ മറ്റൊരു കോപ്പ അമേരിക്ക ക്യാമ്പയിനിൽ 37ാമത്തെ വയസ്സിൽ ചിലിയെ 1-0 എന്നുള്ള സ്കോർ ലൈന് പരാജയപ്പെടുത്തുമ്പോൾ ആ ഒരു ടീമിൽ ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലേ ഫുട്ബോൾ വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു ഗെയിമാണ്. ഫുട്ബോളിൻ്റെ സൗന്ദര്യം ഇതൊക്കെ തന്നെയാണ്. ഇതൊക്കെ നടക്കുന്നുള്ളത് എത്ര പേര് പ്രതീക്ഷ ഉണ്ടാവുന്നതാണ്. അതിൻ്റെ ഓഡ്സ് വളരെ കുറവായിരിക്കും. ഒരുപാട് പേരൊന്നും ഇത് പ്രതീക്ഷ ഉണ്ടാവില്ല. എങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത് ഫുട്ബോളിൻ്റെ ഒരു ബ്യൂട്ടിയാണത്. ഇനി
മെസ്സിയുടെ ഇമ്പാക്റ്റിനെ കുറിച്ച് സംസാരിച്ചാൽ നമുക്ക് തുടങ്ങാം. ഈ മത്സരത്തിൽ ഗോളോ അസിസ്റ്റോ ഒന്നും ചെങ്ങായി പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതിനു മുമ്പ് ചെങ്ങായി ഇഞ്ചുറി പറ്റി എന്നുള്ളതാണ് നമ്മളെല്ലാവരും കരുതിയിട്ടുണ്ടായിരുന്നത്. ഒരു സ്കെയറി മൊമെൻ്റ് ആയിരുന്നു ഫസ്റ്റ് ഹാഫിൽ തന്നെ. ആള് ആ ഒരു റൈറ്റായി പിടിക്കുന്ന ഒരു കാര്യം നമ്മൾ കണ്ടു. അങ്ങനെ സൈഡ് ലൈനിലേക്ക് പോയിട്ട് ഫിസിയോടെ കൂടെ റൈറ്റായി ഇങ്ങനെ മസാജ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു. പണി പാളി എന്ന് പലരും വിചാരിച്ചിട്ടുണ്ടാവും, പണി പാളി എന്നുള്ളത്. പക്ഷേ ചെങ്ങായി ഗ്രൗണ്ടിലേക്ക് വരുന്നു എന്ന് മാത്രമല്ല, അതിനുശേഷമാണ് ആളുടെ ആ ഒരു 35 വാര അകലെ എന്നുള്ള ആ ഒരു കീട്ടിലിന് അറ്റംപ്റ്റ് നമ്മൾ കണ്ടത്, ഒരു ബുള്ളറ്റ് സ്ട്രൈക്ക് നമ്മൾ കണ്ടത്. മത്സരത്തിൽ ക്ലൗഡിയോ ബ്രാവോ വേറെ ലെവൽ സേവുകളാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്, നമുക്കറിയുന്നതാണ്. ഇത് ചെങ്ങായി നോക്കി നിൽക്കുക ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് പോസ്റ്റിൽ തട്ടിപ്പോയി. അൺലക്കി സംഭവമായിരുന്നു. തൻ്റെ ഇടങ്കാല് കൊണ്ടുള്ള ആ ഒരു ബുള്ളറ്റ് സ്ട്രൈക്ക്, അത് ഗോളായിരുന്നെങ്കിൽ ഒരു കിടിലൻ ഗോളായി പോയനെ. പക്ഷെ അവിടെ അത് ഗോളായില്ല. അപ്പോൾ എന്താണ്, തൻ്റെ ലെഫ്റ്റ് ഫുട്ട് കൊണ്ടാണ് അത് അടിച്ചിട്ടുള്ളത്. പ്രശ്നം റൈറ്റ് ഫുട്ടിനായിരുന്നുള്ള കാര്യം ഓർക്കണം, അല്ലെങ്കിൽ റൈറ്റ് ലെഗിനാണ് പ്രശ്നം എന്നുള്ളത് ഓർക്കേണ്ടതായിട്ടുണ്ട്. പിന്നെയും ഒരുപാട് ഡ്രിബിളുകൾ ചെങ്ങായി നടന്ന് നമ്മൾ കണ്ടു. മത്സരത്തിൽ 11 ഡ്രിബിളുകൾ ചെങ്ങായി അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 7 കംപ്ലീറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല മൊത്തം മത്സരത്തിൽ 5 ചാൻസുകൾ ലിയോണൽ മെസ്സി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ തന്നെ 2 ബിഗ് ചാൻസസ് ആയിരുന്നു. അതായത് അർജൻറ്റീനയുടെ മേജർ ക്രിയേറ്റീവ് സോഴ്സ് ലിയോണൽ മെസ്സി തന്നെയാണ്. അതിൽ യാതൊരു സംശയം വേണ്ട ഇപ്പോഴും. അങ്ങനെ നല്ല ഓപ്പർച്യൂണിറ്റീസൊക്കെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ തൻ്റെ ടീംമേറ്റ്സിന് മുതലെടുക്കാൻ സാധിച്ചില്ല. അത് എന്താണ്, സ്വാഭാവികമായിട്ടൊരു സംഭവമാണ്. ആ ഒരു ക്ലിനിക്കൽ നേച്ചർ കൊണ്ടുവരേണ്ടതായിട്ട് അർജൻറ്റീന. അതാണ് ഒരു പ്രധാന പ്രശ്നമായിട്ട് നിലവിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഭവം. ആ ഒരു ക്ലിനിക്കാലിറ്റി ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ ഇല്ല എന്നുള്ളതാണ്. അതും കൂടി സോർട്ട് ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ഈ മത്സരത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മത്സരം ഒരു സ്റ്റാറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്വഭാവം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് ഹാഫിൽ ചിലിയുടെ ഭാഗത്ത് നിന്ന് ഒരൊറ്റ അറ്റംപ്റ്റ് പോലും ഉണ്ടായിരുന്നില്ല. ഒരൊറ്റ അറ്റംപ്റ്റ് ഉണ്ടായില്ല. ഇനി സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിലും അറ്റംപ്റ്റ് ഒന്നുമില്ല. ആദ്യത്തെ ചിലിയുടെ മത്സരത്തിലെ അറ്റംപ്റ്റ് വരുന്നത് എപ്പോഴാണെന്നറിയോ? 72ാമത്തെ മിനിറ്റിൽ. അത് എച്ചവേരിയുടെ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. അത് പിന്നെ മാർട്ടിനസ് സേവ് ചെയ്യുന്ന നമ്മൾ കണ്ടു. അപ്പോൾ അതുവരെ മാർട്ടിനെ സംബന്ധിച്ചോളം ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഒരു തരത്തിലും ചിലി പിന്നെ അർജൻറ്റീനയെ ത്രട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ മാർട്ടിനസിനെ ത്രട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവിടുന്ന് പിന്നെ ഒരു 10 മിനിറ്റ് ചിലി നല്ല രീതിയിൽ കളിക്കുന്നതാണ് നമ്മൾ കണ്ടത്. എച്ചവേരിയുടെ തന്നെ മറ്റൊരു കിടൽ ഓപ്പർച്യൂണിറ്റി നമ്മൾ കണ്ടു. ഇതൊക്കെ വരുന്നത് ആ ഒരു റൈറ്റ് വിങ്ങിലൂടെയാണ്. ഇസ്ല ഫുൾ ബാക്ക് ആയിട്ടുള്ള ഇസ്ലയുടെ ഒരു ഇമ്പാക്റ്റ് നമ്മൾ ആ ഒരു അവസരത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം ക്രോസുകൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ കട്ട് ബാക്ക് കൊടുക്കുന്നു. ആ രീതിയിലൂടെയാണ് അവർ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ ഒരു ചാൻസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എച്ചവേരിയുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് വരുന്നത്, അല്ലെങ്കിൽ ചിലിയുടെ ആദ്യത്തെ അറ്റംപ്റ്റ് മത്സരത്തിൽ ഇത് വരുന്നത് അർജൻറ്റീനയുടെ ഭാഗത്തുള്ള സ്ലോപ്പിനെസ്സിൽ നിന്നാണ്. ബോൾ പിന്നെ പൊസിഷൻ കളഞ്ഞു കുടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അർജൻറ്റീന അറ്റാക്ക് ചെയ്യുന്നു. മത്സരത്തിൻ്റെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ മിക്ക സമയത്തും കളി നടക്കുന്നുണ്ടായിരുന്നു ചിലിയുടെ ഹാഫിൽ തന്നെയാണ്. അത് ഫസ്റ്റ് ഹാഫിലെയും സെക്കൻഡ് ഹാഫിലെയും സ്ഥിതി അങ്ങനെ തന്നെയായിരുന്നു. ആ ഒരു 10 മിനിറ്റ് ബാക്കി നിർത്തി കഴിഞ്ഞാൽ അങ്ങനെ തന്നെയായിരുന്നു മത്സരത്തിൻ്റെ മിക്ക സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അർജൻറ്റീന എല്ലാവരും വെച്ചിട്ട് അറ്റാക്ക് ചെയ്യുകയാണ്. ആ ഒരു അവസരത്തിൽ റൊമേറോയുടെ കാലുകളിൽ ബോൾ എത്തുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ലൈൻ ബ്രേക്കിംഗ് പാസ് കൊടുക്കാൻ ശ്രമിക്കുന്നു. അത് ചിലി ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ആ ബോൾ റൈറ്റ് വിങ്ങിലേക്ക് അവർ എത്തിക്കുകയാണ്. അവിടെ നമുക്ക് വാർഗാസിൻ്റെയും ഇസ്ലയുടെയും ഒരു കോമ്പിനേഷനൊക്കെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. വെറ്ററൻ ഫുട്ബോളേഴ്സാണ്. എന്നതിന് ശേഷം ഇസ്ല കട്ട് ബാക്ക് ചെയ്ത് കൊടുക്കുന്നു. ആ ഒരു അവസരത്തിൽ എന്താണ്, ആൾ ബൈലിൻ്റെ ഒക്കെ അടുത്തേക്ക് എത്തിയതിനു ശേഷമാണ് ആ കട്ട് ബാക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആ കട്ട് ബാക്ക് കൊടുത്തത് ഡിഫ്ലക്റ്റ് ചെയ്ത് പോവുകയാണ്. കൃത്യമായിട്ടും ഇൻറ്റൻറ്റ് ചെയ്ത ആളിലേക്ക് എത്തിയിട്ടില്ല ഇസ്ലയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ആ ഡിഫ്ലക്ഷൻ പിന്നെ ഈ എച്ചവേരിയുടെ റണ്ണ് അർജൻറ്റീനയുടെ താരങ്ങൾ ആരും പിക്ക് ചെയ്യുന്നില്ല. അദ്ദേഹം ഓടി വന്നിട്ട് ബോക്സിൻ്റെ പുറത്തുനിന്ന് ജസ്റ്റ് ആ ഒരു എഡ്ജിൽ നിന്നിട്ട് ഒരു ഷോട്ട് അടിക്കുന്നു. മാർട്ടിനസ് നല്ല രീതിയിൽ സേവ് ചെയ്യണം. അവിടെയും ചെറിയ ഡിഫ്ലക്ഷൻ ഉണ്ടായിരുന്നുള്ളതാണ്. ഒരു ഡിഫിക്കൽട്ട് സിനാരിയോ ആണ് എമി മാർട്ടിനെ സംബന്ധിച്ചോളം. കാരണം അതുവരെ ഒരു തരത്തിലും ടെസ്റ്റ് ചെയ്യപ്പെടാത്ത ഒരാളിനെ ആ ഒരു അവസരത്തിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം റിയാക്ട് ചെയ്യണം. അതാണ് മാർട്ടിനസിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ ഒരു എബിലിറ്റി. ക്ലച്ച് മൊമെൻറ്റിൽ ഡെലിവറി ചെയ്യാൻ പറ്റും. ഒരു ഗോൾ കീപ്പറെ സംബന്ധിച്ചോളം ക്ലച്ച് മൊമെൻറ്റിൽ ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ മൊമെൻറ്റ്സിൽ സേവുകൾ നടത്തുമ്പോഴാണ്. കാരണം അതുവരെ ടെസ്റ്റ് ചെയ്യപ്പെട്ടില്ല, പക്ഷേ ടെസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ഡെലിവറി ചെയ്യുന്നു. അവിടെ നിന്ന് അധികം വൈകാതെ തന്നെ മറ്റൊരു മൊമെൻറ്റിൽ കൂടെ വീണ്ടും എന്താണ്, ആ ഒരു റൈറ്റ് വിങ്ങിലൂടെ തന്നെ ഇസ്ല പോകുന്നു. ഇസ്ല നല്ലൊരു ക്രോസ് ബോക്സിലേക്ക് കൊടുക്കുന്നു. വാർഗാസിൻ്റെ ഒരു ഹെഡർ അറ്റംപ്റ്റ് ആണ്, പക്ഷേ അദ്ദേഹത്തിന് എത്തിപ്പെടാൻ പറ്റുന്നില്ല. മൊലീനയുടെ കാലിൽ തട്ടിയിട്ട് അത് ബോക്സിൽ തന്നെ വന്ന് വീഴുമ്പോൾ എന്താണ്, എച്ചവേരി വീണ്ടും വന്നിട്ട് ഒരു കിഡിലിന് അറ്റംപ്റ്റ് നടത്തുകയാണ്. കുത്തി വരുന്ന ബോളിലേക്ക് ഒരു കിഡിലിന് അറ്റംപ്റ്റ്. അഗെയിൻ ചെറിയ ഡിഫ്ലക്ഷൻ ഉണ്ട്. മാർട്ടിനസ് കിഡിലിനായിട്ട് അവിടെ സേവ് നടത്തുന്നു. ആകെ 3 അറ്റംപ്റ്റുകളെ ചിലി മത്സരത്തിൽ നടത്തിയിട്ടുള്ളൂ. 3 അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചു. അതിൽ 2 കിഡിലൻ സേവുകളാണ് മാർട്ടിനസ് നടത്തിയിട്ടുണ്ടായിരുന്നതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതാണ് മത്സരത്തിൻ്റെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നത്. ആ ഒരു 10 മിനിറ്റ് അർജൻറ്റീനയെ ടെസ്റ്റ് ചെയ്യാൻ ചിലിക്ക് സാധിച്ചു. വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ബാക്കി പിന്നെ ഫുൾ ബോൾ അർജൻറ്റീനയുടെ ഭാഗത്തായിരുന്നു. ചാൻസുകൾ അർജൻറ്റീനയാണ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത് എന്നുള്ള കാര്യം ഓർക്കണം. അവിടെ ഫൈനൽ തേർഡിൽ എത്തുന്ന സാഹചര്യത്തിൽ ആ ഒരു ക്ലിനിക്കൽ നേച്ചർ ഇല്ലായ്മ അർജൻറ്റീനയ്ക്ക് വിനയായി എന്നുള്ളതാണ് എടുത്തു പറഞ്ഞിട്ടുള്ള സംഭവം. ഇനി ചില ആളുകളെ സംബന്ധിച്ചോളം ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടാവും, ഈ മത്സരത്തിൽ എന്തിനിപ്പോൾ ഗോൺസാലസിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചു എന്നുള്ളത്. അല്ലെങ്കിൽ
ചില ചേഞ്ചസുകൾ സ്കാലനി വരുത്തിയിട്ടുണ്ടായിരുന്നു. ഗോൺസാലസ് സ്റ്റാർട്ട് ചെയ്യുന്നു, ഡിമറിയ ബെഞ്ചിലായിരുന്നു, മിഡ്ഫീൽഡിൽ എൻസോ സ്റ്റാർട്ട് ചെയ്യുന്നു, പാരഡൈസ് ഉണ്ടായിരുന്നില്ല, ടാഗ്ലഫിയോക്കോ ആണ് അക്യൂനയ്ക്ക് പകരം സ്റ്റാർട്ട് ചെയ്തത്. ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിലിയെ സംബന്ധിച്ചോളം അവരുടെ മേജർ ത്രെട്ട് വരുന്നത് ഏത് വിങ്ങിലൂടെയാണെന്ന് അറിയോ? റൈറ്റ് വിങ്ങിലൂടെയാണ്. അവരുടെ റൈറ്റ് വിങ്ങിലൂടെ അവിടെ ഇസ്ലുണ്ട്, അതുപോലെ തന്നെ ഒസോറിയോ എന്ന് പറയുന്ന ആ ചെങ്ങായുണ്ട്. 20-കാരനാണ് പുള്ളിക്കാരൻ. ഒരു എക്സ് ഫാക്ടറുള്ള ഒരു പ്ലെയറാണ് ചിലിയെ സംബന്ധിച്ചോളം, നല്ലൊരു ടാലൻ്റാണ്. അപ്പോൾ ആ വിങ്ങിലൂടെയാണ് അവർ കൂടുതൽ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ പിന്നെ കഴിഞ്ഞ മത്സരത്തിലെ പോലെ പിന്നെ വേക്കൻ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പണി കിട്ടും. കാരണം നമുക്കറിയാം കാനഡയ്ക്കെതിരെ കൂടുതലും റൈറ്റ് വിങ്ങിലൂടെയാണ് അവർ കളിക്കുന്നത്. ഇപ്പോൾ ഡിമറിയും മെസ്സിയൊക്കെ ആ ഒരു റൈറ്റ് വിങ്ങിലൂടെയാണല്ലോ കളിക്കുന്നുണ്ടായിരുന്നത്. ലെഫ്റ്റ് വിങ്ങിൽ കാര്യമായിട്ടുള്ള പ്രസൻസ് ഉണ്ടായിരുന്നില്ല. പിന്നെ അക്യൂനിയാണ് ആ വിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നത്. അതായത് ഫുൾ ബാക്ക് ആയിട്ടുള്ള അക്യൂനിയാണ് ഒരു വിങ്ങറിനെ പോലെ മുമ്പോട്ട് കയറിയിട്ട് വിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചുള്ള സംഭവമാണ്. അപ്പോൾ അതേപോലത്തെ പരിപാടി ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിലൂടെ ചിരി പണി കൊടുക്കും. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവിടെ പ്രൊട്ടക്ഷൻ വേണം എന്നുള്ളതിൻ്റെ ധാരണയ്ക്ക് പുറത്ത് തന്നെയാണ് സ്കാലനി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. ഗോൺസാലസ് നല്ല രീതിയിൽ ഡിഫെൻസീവ് കവർ കൊടുക്കുന്ന ചെങ്ങായാണ്. അതുപോലെ തന്നെ എന്താണ്, ടാഗ്ലഫിയോക്കും ഒരു ഡിഫെൻസീവ് മൈൻഡഡ് ആയിട്ടുള്ള ഫുൾ ബാക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള ചേഞ്ചസ് അതുകൊണ്ടാണ് വരുത്തിയിട്ടുണ്ടായിരുന്നത്. ഈ സ്കാലനിയെ സംബന്ധിച്ചോളം അദ്ദേഹം ഒപ്പോസിഷനെ റീഡ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ ടീം സെലക്ഷൻ നടത്താറുള്ളത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിക്കോ ഗോൺസാലസിന് ചാൻസ് കിട്ടിയിരുന്നു, പക്ഷേ ഡിഫെൻസീവ്ലി അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ രീതിയിൽ പിന്നെ മത്സരത്തിന് ഭൂരിഭാഗം സമയം റെസ്ട്രിക്റ്റ് ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെന്താണ്, എന്നിട്ടും റൈറ്റ് വിങ്ങിലൂടെ തന്നെയാണ് ചിലി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മനസ്സിലാക്കണം അവരുടെ മേജർ പിന്നെ ക്രിയേറ്റീവ് ഏരിയ എന്ന് പറഞ്ഞാൽ റൈറ്റ് വിങ് തന്നെയാണ് എന്നുള്ളത്. ഇനി എൻസോ മക്കാലിസ്റ്ററാണ് ഡീപ്പായിട്ട് കളിക്കുന്നുണ്ടായിരുന്നത്. എൻസോയും ഡിപ്പോളും കളിക്കുന്നു. അപ്പോൾ ഈ ചിലിയുടെ ഫിസിക്കാലിറ്റിയെ മാച്ച് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിന് ഡിപ്പോൾ അതിന് പറ്റിയൊരു ചങ്ങായാണ്. ആ ഫിസിക്കാലിറ്റി മാച്ച് ചെയ്യും. അതുപോലെ തന്നെ അർജന്റീന ഡിഫൻസിൽ ലിച്ച് ആണെങ്കിലും റൊമേറോ ആണെങ്കിലും, കുട്ടി റൊമേറോ ഒക്കെ എന്താണോ തനിക്ക് കിട്ടുന്നത് അതിൻ്റെ 10 മടങ്ങ് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന തരത്തിലൊരു ചങ്ങായാണ്. ഭയങ്കര ഫിസിക്കലാണ് ആൾ. ഫിസിക്കലായിട്ടുണ്ടായിരുന്നു, നല്ല രീതിയിൽ തന്നെ ഫിസിക്കലായിട്ടുണ്ടായിരുന്നു. ഈ സൗസ എന്ന് പറയുന്ന ചങ്ങായിയുടെ ഒരു ടാക്കിളിലാണ് നമ്മുടെ ലിയോണൽ മെസ്സിക്ക് പ്രശ്നം കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇടി നല്ല രീതിയിൽ നടക്കുന്നുണ്ടായിരുന്നു. മിഡ്ഫീൽഡിലാണെങ്കിലും പിന്നെ ഫുൾ ബാക്ക് ഏരിയയിലാണെങ്കിലും ഒക്കെ സ്റ്റോപ്പ് സ്റ്റാർട്ടുകളും കാര്യങ്ങളൊക്കെ മത്സരം തുടക്കത്തിലുണ്ടായിരുന്നു. പിന്നെ അർജന്റീന മെല്ലെ റിതോ എടുക്കുന്നു, അവർ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഫസ്റ്റ് ഹാഫിലെ ചാൻസുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹൂലിയൻ അൽവാരസിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കാര്യമായിട്ട് കീപ്പറിനെ ടെസ്റ്റ് ചെയ്യാൻ അതിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ടാർഗറ്റിലേക്ക് അടിച്ചു, പക്ഷേ അത്ര ഒരു ബുദ്ധിമുട്ടുള്ള സംഭവം ആയിരുന്നില്ല. പിന്നെ ലിയോണൽ മെസ്സിയുടെ ആ ഒരു ടിപ്പിക്കൽ ബോൾ, ആ ഒരു ലോഫ്റ്റഡ് ബോൾ ബോക്സിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ സാധനം. അതിലേക്ക് നിക്കോ ഗോൺസാലസ് ഓടിയെത്തുന്നു. അഗെയിൻ അവിടെ ക്ലൗഡിയോ ബ്രാവോ തന്നെയാണ് സേവ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ലിയോണൽ മെസ്സിയുടെ ആ ഒരു ബ്യൂട്ടിഫുൾ ഷോട്ട്, അതൊക്കെ തന്നെയാണ് ഫസ്റ്റ് ഹാഫിൽ നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവങ്ങൾ. പിന്നെന്താണ്, സെക്കൻഡ് ഹാഫിലെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ മൊലീനയ്ക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി അഗെയിൻ ലിയോണൽ മെസ്സി തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ തൻ്റെ റൈറ്റിലൂടെ റൺ ചെയ്തിട്ടുള്ള മൊലീനയെ ലിയോണൽ മെസ്സി പിക്ക് ചെയ്യുന്നു. അതിൽ മൊലീനയുടെ അറ്റംപ്റ്റ് മികച്ചതായിരുന്നു. ടാർഗറ്റിലേക്ക് തന്നെയാണ് അടിച്ചത്. നല്ല ഫോഴ്സുള്ളൊരു ഷോട്ടായിരുന്നു. അത് ക്ലൗഡിയോ ബ്രാവോ സേവ് ചെയ്യണം. അദ്ദേഹത്തിന് സ്ട്രേറ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ആ ചാൻസിൽ ഹൂലിയൻ അൽവാരസിൻ്റെ പാർട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. പുള്ളിക്കാരൻ ഡ്രോപ്പ് ചെയ്ത് വന്നിട്ട് ആണ് പിന്നെ പാസ് മെസ്സി കൊടുക്കുന്നുണ്ടായിരുന്നത്. ആ പാസ് കൊടുക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തെ ഫൗളും ചെയ്യുന്നുണ്ട്. പിന്നെ അത് ഫൗൾ വിളിക്കില്ലല്ലോ, അഡ്വാൻറ്റേജ് ആണ് കൊടുക്കുന്നത്. അങ്ങനെയാണ് പിന്നെ മെസ്സി മൊലീനയെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ അൽവാരസിനെ സംബന്ധിച്ചോളം അദ്ദേഹം ടയർലെസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്താ സംഭവം, നമുക്കറിയാം ലിയോണൽ മെസ്സിയുടെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ടുള്ള ഡിഫൻസീവ് വർക്കും കാര്യങ്ങളൊന്നും കിട്ടില്ല, പ്രസ്സിങ്ങും കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ള പ്ലേയേഴ്സ് അതും കൂടി കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ അൽവാരസൊക്കെ അങ്ങനെ പ്രസ് ചെയ്യും, നല്ല രീതിയിൽ ഡിഫൻസീവ് വർക്ക് റേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ അത് നമുക്ക് അവരുടെ ഭാഗത്ത് കാണാൻ പറ്റുന്നതായിരുന്നു. ഇനി അർജന്റീനയുടെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്, ഈ അൽവാരസ് ഒന്ന് ടയർഡായി കഴിഞ്ഞാൽ ലൗതാറോ മാർട്ടിനസിനെ കൊണ്ടുവരാം. ലൗതാറോ മാർട്ടിനസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണ്, അദ്ദേഹത്തിന് ഈ ഡിഫൻസിൻ്റെ പുറകിലൂടെയുള്ള റണ്ണുകൾ നടത്താൻ പറ്റും. അങ്ങനെ ഈ ഡിഫൻസിനെ സ്ട്രെച്ച് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ആ ഒരു ഗുണം കൂടി അവർക്കുണ്ട്. ഈ പിന്നെ ആ ഒരു പ്രസ്സിങ്ങിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി ഇപ്പോൾ അൽവാരസ് പോയി കഴിഞ്ഞാൽ അത് കുറയൂല, കാരണം ലൗതാറോ മാർട്ടിനസ് വരുന്നുണ്ട്. എന്നാൽ പോലും ആ ഒരു പേസിൻ്റെ ഒരു അഭാവം ഈ പിന്നെ അർജന്റീനയുടെ അറ്റാക്കിലുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കർബോണിയോ അല്ലെങ്കിൽ അലഹാൻഡ്രോ ഗർനാച്ചോ ഒക്കെ വേണമെങ്കിൽ 10-15 മിനിറ്റോ കളിപ്പിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. കാരണം ആ ഒരു പേസ് യൂസ് ചെയ്തിട്ട് ഈ ഡിഫൻസിനെ ബുദ്ധിമുട്ടിക്കാനുള്ള ഒരു പരിപാടി അർജന്റീനയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഡിമറിയ വന്നിട്ടാണ് പിന്നെയും അതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഡിമറിയ ഓൾമോസ്റ്റ് ഒരു പെനാൽറ്റി വിൻ ചെയ്തെന്നാണ് നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നത്. അതെന്താണ്, അദ്ദേഹത്തിൻ്റെ നല്ല ക്വിക്ക് ഫീറ്റൊക്കെ നമ്മൾ കാണുന്നത്. അദ്ദേഹം ബോക്സിലേക്ക് ഇങ്ങോട്ട് കയറാൻ നിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഫൗൾ ചെയ്യുന്നു. ബോക്സിന് തൊട്ട് പുറത്താണ്. അത് അകത്തായിരുന്നെങ്കിൽ അത് 100% പെനാൽറ്റിയാണ്. അത് ഫൗൾ പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല റെഫറി. പക്ഷേ VAR ചെക്ക് ചെയ്തിട്ട് അത് ഫ്രീ ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ മൊമെൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ അർജന്റീന ഭാഗത്ത് ഒരു പെനാൽറ്റി ഷോട്ട്, ഒരു ഹാൻഡ് ബോൾ ഷോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും ഒരിക്കലും ഹാൻഡ് ബോൾ കൊടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഈ ഡിമറിയ വന്നിട്ട് ഒരു ഇടങ്ങേറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു സംഭവമാണ്. ഡിമറിയ വന്നത് ആർക്ക് പകരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോൺസാലസിന് പകരമാണ്.
അപ്പോൾ ഗോൺസാലസ് പോയതിന് ശേഷമാണ് ചിലിയുടെ ആ ഒരു ബ്രൈറ്റ് മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ പുള്ളിക്കാരൻ നല്ല രീതിയിൽ ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ടായിരുന്നുള്ളതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം. നേരത്തെ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് ഹാഫിൽ പിന്നെ എൻജോയെ പിൻവലിച്ചിട്ട് ലോ സെൽസിയോ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. എൻജോയുടെ അടുത്ത് 1-2 തവണയൊക്കെ ബോൾ ഡിസ്പോസസ് ചെയ്യാൻ ചിലിക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ എന്താണ് മോശമില്ലാത്ത രീതിയിൽ തന്നെയാണ് എൻജോ മെക്കാലിസ്റ്ററൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നത്. അവർ ഡിക്റ്റേറ്റ് ചെയ്യാനുള്ള ശ്രമം കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. മെക്കാലിസ്റ്ററും ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെയാണ് കളിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡിഫെൻസീവ് അവയർനെസ്സും കാര്യങ്ങളൊക്കെ എക്സലൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ പാസിങ് റേഞ്ച് മികച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ചോയ്സ് ഓഫ് പാസ് ബ്രില്യൻ്റ് ആണ്. പിന്നെ ഡിപ്പോൾ ഇങ്ങനെ ടയർലെസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഈ ഫിസിക്കാലിറ്റിയെ മാച്ച് ചെയ്യണം. അതേ സംബന്ധിച്ചോളം ആ ഒരു ഫൈനൽ തേർഡിൽ കുറച്ചുകൂടി ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട്. അത് ഇത്തിരി ലാക്കിംഗ് ആയിരുന്നു. അത് ഈ ഫിസിക്കൽ സൈഡിനേറ്റ് കളിക്കുമ്പോൾ പിന്നെന്താ പറയുക, ഈ ടയർലെസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ പിന്നെ മൈൻഡ് ഫാൾട്ട് മൊമെൻറ്റ്സ് വരും. അങ്ങനത്തെ സംഭവങ്ങളാണ് ഡിപ്പോളിനുണ്ടായെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെന്താ, മത്സരത്തിൻ്റെ സെക്കൻഡ് ഹാഫിലെ ബാക്കിയുള്ള ഇവൻറ്റ്സുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മെസ്സി തൻ്റെ റൈറ്റിൽ നിന്ന് പിന്നെ ആ ഒരു സ്വിച്ച് നടത്തുന്നു. ആ ഒരു ലെഫ്റ്റ് വിങ്ങിലൂടെ റൺ ചെയ്തിട്ടുള്ള ഗോൺസാലസിനെ പിക്ക് ചെയ്യുന്നു. ഗോൺസാലസ് ബോക്സിലേക്ക് പോയിട്ട് നല്ല രീതിയിൽ ഒരു ഷോട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നു. അത് ക്ലൗഡിയോ ബ്രാവോ സേവ് ചെയ്യുകയാണ്. എന്നിട്ട് അത് പോസ്റ്റിൽ തട്ടിപ്പോകുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ബാറിൽ തട്ടിപ്പോകുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ മൊമെൻ്റ് ഉണ്ടായിരുന്നു. അഗെയിൻ അത് ക്രിയേറ്റ് ചെയ്യുന്നത് ലിയോണൽ മെസ്സി തന്നെയാണെന്നുള്ള കാര്യം പറയുന്നത്. കാരണം മെസ്സി ബോളുമായിട്ട് ഡ്രിബിൾ ചെയ്ത് പോകുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിലേക്ക് കുറേ താരങ്ങൾ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. കുറേ ചിലി പ്ലേയേഴ്സ് അദ്ദേഹത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ആ ഒരു അവസരത്തിൽ സ്പേസ് കിട്ടുന്നുണ്ട്. അങ്ങനത്തെ സ്പേസാണ് ഇവിടെ ഗോൺസാലസിന് കിട്ടിയിരുന്നത്. ആ സ്വിച്ച് കൃത്യമായിട്ട് എടുക്കാൻ ലിയോണൽ മെസ്സിക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. അത് കാണാൻ ലിയോണൽ മെസ്സിക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ചാൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുട്ടി റൊമേറോ ബോൾ ഗിവ് ചെയ്തിട്ടുള്ള കാര്യത്തിലുള്ള ചിലിയുടെ അറ്റംപ്റ്റ് നമ്മൾ കണ്ടു. ആ ഒരു അവസരം വരെ ഈ സ്റ്റാറ്റ്സുകളുടെ എണ്ണം എത്രയായിരുന്നു അറിയോ? 17-0 ആയിരുന്നു. എച്ചവരിയുടെ ആ ഒരു അറ്റംപ്റ്റ് വരുന്നത് വരെ 17-0 എന്നുള്ള രീതിയിലായിരുന്നു അർജൻറ്റീന സ്റ്റാറ്റ്സുകളിൽ ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെന്താണ്, ആ കോർണറിൽ നിന്ന് വന്നിട്ടുള്ള ഗോളിനെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ 2 കോർണറുകൾ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ കോർണർ നേരെ വലയിലേക്ക് അടിക്കാനുള്ള ഒരു ശ്രമം ലിയോണൽ മെസ്സിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടു. അത് ക്ലൗഡിയോ ബ്രാവോ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്, വീണ്ടും കോർണർ വരികയാണ്. അപ്പോൾ അത് പിന്നെ ഒരു കെയോട്ടിക് സംഭവങ്ങൾ അതിനകത്ത് നടക്കുന്നു. റൊമേറോ ഒരു ഓവർ ഹെഡ് കിക്കിനുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ലോ സെൽസോ ആ ഒരു പിന്നെ ഗോൾ ലൈൻ്റെ അടുത്താണ് നിൽക്കുന്നുണ്ടായിരുന്നത്. പിന്നെയാണത് ലൗതാറോ മാർട്ടിനസ് ബോക്സിന് ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ലൗതാറോ മാർട്ടിനസിലേക്ക് എത്തുന്നത്. അദ്ദേഹമാണത് വലയേക്ക് അടിച്ച് കയറ്റുന്നത്. പിന്നെ ഈ ഒരു ഓഫ് സൈഡ് ചെക്ക് നടക്കുന്നത് ലോ സെൽസോ ഓഫ് സൈഡ് ആണോ എന്നുള്ളതാണ് നോക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കുറേ നേരം ചെക്ക് ചെയ്തിട്ട് അവസാനം അങ്ങനെ അവരുടെ ആ ഒരു വരച്ചിട്ടുള്ള ചിത്രവും കാര്യങ്ങളൊക്കെ അവർ പുറത്തു വിട്ടു. എന്തായാലും അർജൻറ്റീന സംബന്ധിച്ചോളം ആ ഒരു 88ാമത്തെ മിനിറ്റിൽ വളരെ ലേറ്റായിട്ട് ആ ഒരു വിന്നർ പിന്നെ നേടാൻ സാധിച്ചിരിക്കുകയാണ്. ഇനി ആ ഒരു മൊമെൻ്റ് കഴിഞ്ഞതിന് ശേഷം 2-0 ആക്കാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. ചിലി അറ്റാക്ക് ചെയ്യുകയാണ്. ചിലി പിന്നെ കുറേ പ്ലേയേഴ്സിന് വെച്ച് അറ്റാക്ക് ചെയ്യുകയാണ്. അങ്ങനെ അവർ അറ്റാക്ക് ചെയ്യുന്നില്ല, അവർ കൗണ്ടർ അറ്റാക്കിന് വേണ്ടിയുള്ള ശ്രമമല്ലേ നടത്തുന്നത്. ഈ പിന്നെ ഗരക്ക എന്ന് പറയുന്ന മാനേജറെ സംബന്ധിച്ചോളം ഇയാളൊരു രക്ഷയില്ലാത്ത മാനേജറാണ്. പഞ്ചിങ് അബവ് ദ വെയിറ്റ് നടത്തുന്ന ചങ്ങായിയാണ്. അർജൻറ്റീനക്കാരനാണ്. പെറുവിനെ കൊണ്ട് 2019 ഫൈനൽ കളിപ്പിച്ചിട്ടുള്ള ചങ്ങായിയാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അറിയുന്ന തരത്തിലൊരു മാനേജറാണ്. അപ്പോൾ ചിലിയും കോമ്പറ്റീറ്റീവ് ആക്കിയിരിക്കുകയാണ് ചങ്ങായി. വളരെ ചെറിയ സമയം കൊണ്ട് ചിലി എടങ്ങർ പിടിച്ച സമയത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇപ്പോഴും ഒരുപാട് വെറ്ററൻസ് അവിടെ ഉണ്ട്. അവരൊരു ട്രാൻസിഷൻ ഫേസിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും കോമ്പറ്റീറ്റീവ് ആക്കാൻ ഈ ചങ്ങായിക്ക് സാധിച്ചിട്ടുണ്ട്, ഗരേക്കയ്ക്ക്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നിന്നാണ് അവർക്ക് ഇനി ഒരു ഗോളിന് വേണ്ടിയുള്ള ശ്രമമാണ്. അപ്പോൾ അവർ കൂടുതൽ പ്ലേയേഴ്സിനെ വെച്ചിട്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ അർജൻറ്റീന സംബന്ധിച്ചോളം ഡിപ്പോൾ മിഡ്ഫീൽഡിൽ ബോൾ വിൻ ചെയ്യുന്നു. അവിടെ ഒരു ഏരിയൽ ഡ്യൂവൽ വിൻ ചെയ്യുന്നത് ലിയോണൽ മെസ്സിയാണ് ആ ഒരു മിഡ്ഫീൽഡറിൽ. എന്നിട്ട് ആ ബോൾ തൻ്റെ റൈറ്റിലൂടെ റൺ ചെയ്തിട്ടുള്ള ഡിമറിലേക്ക് എത്തുന്നു. ഡിമറിയും മെസ്സിയും ലൗതാറോ മാർട്ടിനസും ബോളിനായിട്ട് റൺ ചെയ്യുകയാണ്. അത് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു രണ്ടാമത്തെ ഗോൾ അടിക്കാനായിട്ട്. അപ്പോൾ അവിടെ പിന്നെ റൈറ്റ് തൈക്ക് പ്രശ്നം നമുക്ക് കാണാൻ പറ്റുന്നില്ല. മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഓടുകയാണ് ആ ഗോൾ അടിക്കാനായിട്ട്. അങ്ങനെ ഡിമറിയെ കൃത്യമായിട്ട് ബോക്സിലേക്ക് എത്തിയിട്ട് ലൗതാറോ മാർട്ടിനസിനെ റിലീസ് ചെയ്യുന്നു. ലൗതാറോ മാർട്ടിനസ് എങ്ങനെയാണ് അത് ഗോളാക്കാതിരുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്ലൗഡിയോ ബ്രാവോ സേവ് ചെയ്തു, പക്ഷേ സ്റ്റിൽ അത് ഗോൾ അടിക്കണമായിരുന്നു. ലൗതാറോ മാർട്ടിനസിനെ സംബന്ധിച്ചോളം അത് ഗോൾ അടിക്കണം, അങ്ങനത്തെ ഒരു ചാൻസ് ആയിരുന്നു. എന്തായാലും അങ്ങനെ മത്സരം അവസാനിക്കുന്നു. സെക്കൻഡ് ഹാഫിൽ പറയാൻ വിട്ടുപോയിട്ടുള്ള മറ്റൊരു ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്രീ കിക്കിൽ നിന്ന് ലിയോണൽ മെസ്സിയുടെ മനോഹരമായിട്ടുള്ള ആ ഒരു ലിഫ്റ്റ് ചെയ്തിട്ടുള്ള ബോളിലേക്ക് മെക്കാലിസ്റ്റർ എത്തിയില്ല എന്നുള്ള ഒരു മൊമെൻറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അഗെയിൻ മെസ്സി മറ്റൊരു ബ്യൂട്ടിഫുൾ ചാൻസോടെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. സെക്കൻഡ് ഹാഫിൽ
ആ ഒരു ചെലി ടോപ്പിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ മെസ്സിയുടെ അടുത്തേക്ക് ബോളും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. പക്ഷേ അദ്ദേഹത്തിലേക്ക് ബോൾ എത്തുന്ന സാഹചര്യത്തിലൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം അല്ലെങ്കിൽ ഡ്രിബിൾ ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള ശ്രമമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫിൽ ആ ഒരു ഇഞ്ചുറീസ് കെയർ ഉണ്ടായിരുന്ന മെസ്സിയെ എല്ലാം നമുക്ക് സെക്കൻഡ് ഹാഫിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഡ്രിബിൾ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നുള്ളതും എടുത്ത് പറഞ്ഞതായിട്ടുള്ള ഒരു സംഭവമാണ്. എന്തായാലും പെറുവിനെതിരെ ഫുൾ റെസ്റ്റ് ചങ്ങായി കൊടുക്കണം. അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. അഥവാ കളിപ്പിക്കുകയാണെങ്കിൽ ഒരു 20 മിനിറ്റ് അത്രേ കളിപ്പിക്കേണ്ടതായിട്ടുള്ളൂ. കാരണം ആ ഒരു ഋതം നഷ്ടപ്പെടാതിരിക്കാൻ വേണമെങ്കിൽ. മത്സരത്തിൻ്റെ സ്റ്റാറ്റ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ 22 അറ്റംപ്റ്റുകൾ അർജൻറ്റീന നടത്തിയപ്പോൾ അതിൽ 9 ടാർഗറ്റിലേക്ക് അവർക്ക് വരാൻ സാധിച്ചു. 6 ബിഗ് ചാൻസ് അവർ മത്സരത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 2.72 ആണ് അർജൻറ്റീനയുടെ XG ഉണ്ടായിരുന്നത്. ഇനി ചിലിയുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ 3 അറ്റംപ്റ്റുകൾ അതിൽ 3 ടാർഗറ്റിലേക്ക് അടിച്ചു. 2.12 XG മാത്രമേ ചിലി ഈ മത്സരത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. 61% പൊസിഷൻ അർജൻറ്റീനയ്ക്കായിരുന്നു. 39% പൊസിഷനാണ് പിന്നെ ചിലിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം ഒരു കൺസേൺ ഉള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ചാൻസുകൾ കൺവേർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കൺവേർഷൻ റേറ്റ് ഒരു പ്രശ്നമാണ്. ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, കൺവേർഷൻ റേറ്റ് പ്രശ്നമാണ്. അതുപോലെ തന്നെ ഈ ഹൈ എനർജിയുള്ള വളരെ അത്ലറ്റിക് ആയിട്ടുള്ള പ്ലേയേഴ്സിനെതിരെ ഈ അർജൻറ്റീനയുടെ ഡിഫൻസ് അത് ഫുൾ ബാക്ക് ഏരിയയിൽ അവർ സ്ട്രഗിൾ ചെയ്യാനൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഫുൾ ബാക്ക് ഏരിയ ഡിഫൻസിൽ കുട്ടിറോമേറയും ലിസാൻഡ്രോ മാർട്ടിനസും ഭീകരമായിട്ട് കളിക്കുന്നുണ്ട്. ഫുൾ ബാക്ക് ഏരിയയിൽ ഇത്തിരി പ്രശ്നമുണ്ട്. ഫുൾ ബാക്ക് ഏരിയയിൽ ലേറ്റായിട്ട് ചേഞ്ചസും വരുത്തിയിട്ടുണ്ടായിരുന്നു. മോണ്ടിയലിനെയും അക്വിനെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ലിയോണൽ സ്കാലനിയും. അതുപോലെ തന്നെ ആ ഒരു അറ്റാക്കിങ്ങിൽ പേസിൻ്റെ ഒരു അഭാവം. ചില ടീമുകളൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യണമെങ്കിൽ ആ പേസ് വേണ്ടി വരും. ഇപ്പോൾ ഗർനാച്ചോയും അതുപോലെ തന്നെ കർബോണിയൊക്കെ വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ലോസെൽസോ വന്നിട്ടുള്ള സാഹചര്യത്തിൽ ഈ മത്സരത്തിൽ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ചെയ്യാൻ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം യൂഷ്വലി ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന നമ്മൾ കാണുന്നതാണ്. ആ ഒരു മിഡ്ഫീൽഡിൽ കുറേ കൂടി കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ലോസെൽസോ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എൻസോ ഫെർണാണ്ടസ് പോയിട്ടുള്ള സാഹചര്യത്തിൽ ഒന്ന് അതുവരെ ഉണ്ടായിരുന്ന ഒരു കൺട്രോൾ പിന്നെ അർജൻറ്റീനയ്ക്ക് നഷ്ടപ്പെടുന്നതാണ് നമ്മൾ കണ്ടത് കുറച്ച് സമയത്ത്. ആ ഒരു ഷോർട്ട് ടേമിലുള്ള ആ ഒരു പ്രശ്നത്തിനൊടുവിൽ വീണ്ടും ആ ഒരു മിഡ്ഫീൽഡിലെ കൺട്രോൾ അർജൻറ്റീന എടുക്കുന്നതന്നെ നമ്മൾ കണ്ടത്. എൻസോ അത്ര ഭീകരമായിട്ടൊന്നുമല്ല കളിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സർജറി കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള സാഹചര്യമാണ്. പക്ഷേ സ്റ്റിൽ പുള്ളിക്കാരനും മക്കാലിസ്റ്ററൊക്കെ ആ ഒരു കൺട്രോൾ ഒരു മിഡ്ഫീൽഡിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. എൻസോയുടെ ഗെയിമിൽ നിന്ന് കുറേ കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് വേറെ കാര്യം. ഇനി അർജൻറ്റീന സംബന്ധിച്ചുള്ള അടുത്ത മത്സരം പെറുവിനെതിരെയാണ്. പെറു, ചിലി, കാനഡ ഇവർ 3 പേർക്കും അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പെറുവിനെ അർജൻറ്റീന പരാജയപ്പെടുത്തണം, ചിലിക്ക് കാനഡയെ പരാജയപ്പെടുത്തണം, കാനഡയ്ക്ക് ഒരു സമനില മതിയാകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി എന്താണ് അർജൻറ്റീനയുടെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഫസ്റ്റ് മത്സരത്തിൽ നിന്ന് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇപ്പോഴും അവിടെ അറ്റ്മോസ്റ്റ് ബെസ്റ്റിലേക്ക് എത്തിയിട്ടില്ല. എന്നാൽ പോലും ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റാർട്ട് കൂടി പറയാം. ലിയോണൽ സ്കാലനിയുടെ ടൂർണമെൻറ്റുകളുടെ ചരിത്രത്തിൽ അർജൻറ്റീന മാനേജറായതിനു ശേഷമുള്ള ടൂർണമെൻറ്റുകളുടെ ചരിത്രത്തിലെ ബെറ്റർ സ്റ്റാർട്ട് നടന്നിട്ടുള്ളത് ഈ ഒരു ടൂർണമെൻറ്റിലാണെന്നുള്ളതാണ്. കഴിഞ്ഞ കോപ്പ അമേരിക്കയിലും സമനിലയോട് കൂടിയിട്ടാണ് തുടങ്ങിയിട്ടുള്ളത് ചിലിക്കെതിരെ. വേൾഡ് കപ്പിൽ എങ്ങനെയാണ് തുടങ്ങിയത് നമുക്കറിയുന്നതാണ്. ഈ കോപ്പ അമേരിക്കയിലാണ് ആദ്യ 2 മത്സരങ്ങളും വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത മത്സരങ്ങളിൽ മേജർ താരങ്ങൾക്കൊക്കെ റെസ്റ്റ് കൊടുക്കും എന്നുള്ളത് ഓൾറെഡി സ്കാലനി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മെസ്സിക്ക് റെസ്റ്റ് കൊടുത്തേ മതിയാകുള്ളൂ. പ്രൊട്ടക്ട് ചെയ്യണം ചെങ്ങാനെ ക്വാർട്ടർ ഫൈനലിനായിട്ട്. അതുപോലെ മറ്റു പ്ലേയേഴ്സിന് അവസരം കൊടുത്തിട്ട് അവരെയും ആ ഒരു ടൂർണമെൻറ്റ് ഋതത്തിലേക്ക് കൊണ്ടുവരണം. പിച്ചുകളൊക്കെ വളരെ മോശമാണ്, അതെടുത്ത് പറയേണ്ടതായിട്ടുള്ള സംഭവമാണ്. സ്റ്റേഡിയത്തിലൊക്കെ കാണികൾ നിറഞ്ഞ് കവിഞ്ഞ് ഇരിക്കുന്നുണ്ട്. പക്ഷേ ഗ്രൗണ്ട് പോരാ. ഇവന്മാരാണ് അടുത്ത വേൾഡ് കപ്പ് നടത്താൻ പോകുന്നത്. അപ്പോഴേക്കും ഈ ഗ്രൗണ്ടുകളൊക്കെ ശരിയാക്കേണ്ടതായിട്ടുണ്ട്. ശരിയാക്കില്ല എന്നുള്ളത് കാത്തിരുന്ന് കാണാം. കാരണം ആസ്ട്രോ ടർഫിൻ്റെ മേലെ ഗ്രാസ് ഇടുന്ന പരിപാടിയൊക്കെയാണെന്നുള്ളതാണ്. എന്താണ് അവർ ചെയ്യുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പക്ഷേ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.